ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം ഞാൻ കാരണം. മോളെ കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചു ദിവസം കൂടി എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് തള്ളി നീക്കിയേ പറ്റൂ. അതിന് ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പുകൾ വേണ്ടത് മോളുടെ ഭാഗത്തുനിന്ന് തന്നെയാ. കളരിക്കൽ തറവാട്ടിലെ എല്ലാം ആക്കാനുള്ള ആർത്തി. അതെ തിരുമേനി, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നവീന്റെ ഭാര്യയായി ജീവിക്കുന്നത്. അത് സംഭവിച്ചില്ലെങ്കിൽ അവള് മരിച്ചു കളയും. പിന്നെ തീരാ ദുഃഖമായിരിക്കും എനിക്കും എന്റെ ഭർത്താവിനും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്ന 2 ജാതകങ്ങൾ അത് തമ്മിലാണ് ചേരുന്നതെങ്കിൽ മരണം സുനിശ്ചിതമാണ്. അല്ല, കൂടുതൽ എന്തെങ്കിലും പൂജകളോ മറ്റെന്തെങ്കിലോ നടത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ, അല്ല, മരണം നടക്കുമെന്ന് ഉറപ്പിക്കാൻ? തീരുമാനിക്കപ്പെട്ട മരണം ദൈവങ്ങൾക്ക് പോലും തടഞ്ഞു നിർത്താനാവില്ല. യമധർമ്മന്റെ ശക്തി അത്രമാത്രമാണ്. അങ്ങയുടെ അനുഗ്രഹം മാത്രമാണ് ഞങ്ങളുടെ ഏക പ്രതീക്ഷ. പേടിക്കണ്ട, എല്ലാം ശുഭമായി അവസാനിക്കും. മകളുടെ ആഗ്രഹം നടക്കും. അവൾക്ക് ദീർഘായുസ്സുമായിരിക്കും. സിനിച്ചേച്ചി, മമ്മിയുടെ മനസ്സിൽ കൃഷ്ണ എന്തോ വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും മമ്മി അവളെ നിയന്ത്രിക്കാൻ മടിക്കുന്നത്. ഗാഥമാഡം എന്താ ഉദ്ദേശിക്കുന്നത്? അവളുടെ പെരുമാറ്റം, നവീനോട് അവള് കാണിക്കുന്ന ആ അടുപ്പം, ഇന്നലത്തെ ചടങ്ങില് അവള് കാണിച്ചു കൂട്ടിയതൊക്കെ സിനിച്ചേച്ചി കണ്ടതല്ലേ? എന്തായിരുന്നു കൊഞ്ചലും കൊഴയലും. ആൾത്തിരക്കിന്ന് നവീന് മാത്രമായി ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി അവൾ അവിടുന്ന് മാറി നിന്നു. നവീനെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. ഞാനാണെന്ന് കരുതിയാണല്ലോ നവീൻ ഇതൊക്കെ ചെയ്യുന്നത്. ബട്ട് അവൾക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയില്ലേ? കൃഷ്ണയ്ക്ക് അങ്ങനെ ഒരു തോന്നലില്ലെന്ന് കൃഷ്ണ പലതവണ പറഞ്ഞല്ലേ? ഹാ, പറഞ്ഞു വിശ്വസിപ്പിച്ചു. പക്ഷെ അവളുടെ ഉള്ളിന്റെ ഉള്ളില് എന്തോ ഒരാഗ്രഹം കേറിയിട്ടുണ്ട്. അവള് നമ്മളെ ചതിക്കില്ലെന്ന് ഉറപ്പുണ്ടോ? താലി കെട്ട് കഴിഞ്ഞാ അവള് മാറില്ല എന്നുള്ളതിന് എന്താ എത്ര ഉറപ്പ്? അല്ല ഗാഥ മാഡം, ഇങ്ങനെയൊക്കെ ചോദിച്ച ഹാ, ഉറപ്പില്ല. അത് തന്നെ. നവീൻ കെട്ടിയ താലി കഴുത്തിലിട്ടുകൊണ്ട് നവീൻ കെട്ടിയതാണെന്നും കൂടെ ജീവിക്കാനുള്ള അവകാശം എനിക്കാണെന്നും അവള് പറഞ്ഞാലേ, എന്നെ ഇപ്പൊ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് മറുപടി ഉണ്ടാവോ? എന്താ ഇവിടെ? ഓ, അവളെ കുറിച്ചാ, ആ കൃഷ്ണയെ കുറിച്ച്. അവളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നവീന്റെ വീട്ടിൽ നടന്ന ചടങ്ങുകളുടെ കുഴപ്പമാണെങ്കിൽ അതിന്റെ കാരണക്കാരി ആരാ? വരരുതെന്ന് ഞാൻ വിലക്കിയിട്ടും നീ വന്നോണ്ടല്ലേ? വന്നതുകൊണ്ടല്ലേ എനിക്കിതൊക്കെ കാണാൻ കഴിഞ്ഞത്. അവരാരെങ്കിലും നിന്നെ കണ്ടുപിടിച്ചിരുന്നെങ്കിലോ? അതോടെ തീരുമായിരുന്നല്ലോ എല്ലാം. മോളെ, നീ എന്താ കരുതിയിരിക്കുന്നേ? നമ്മൾ നടത്തിയ നാടകങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ അതെല്ലാം അങ്ങ് ക്ഷമിച്ച് നിന്നെ വിവാഹം കഴിക്കുന്നാണോ? ഒരിക്കലുമില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു തറവാട്ടിൽ പറന്ന പയ്യനാണ് നവീൻ. എത്ര മോഡേൺ ആണെന്ന് പറഞ്ഞാലും അവൻ അതൊക്കെ പാലിക്കും. അവന്റെ കുടുംബത്തിന് താല്പര്യമില്ലാത്ത ഒരു വിവാഹവും കഴിക്കില്ല. നിന്റെ മനസ്സിലെ ആഗ്രഹം നടക്കണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഇങ്ങനൊരു കാര്യം എനിക്ക് ചെയ്യേണ്ടി വന്നത്. അല്ലാതെ മനസ്സുണ്ടായിട്ടല്ല. ഒരാൾക്ക് പകരം മറ്റൊരാളെ കൊണ്ട് മുമ്പിൽ നിർത്തുക, അയാൾ പിടിക്കപ്പെടുവോ എന്ന് പേടിക്കുക. അപ്പോഴാണ് ഒളിഞ്ഞോട്ടായിട്ട് ഒരാള്. ഗാഥ, ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്. നിനക്ക് നിന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഈ വിവാഹം എവിടെ വെച്ച് വേണമെങ്കിലും സ്റ്റോപ്പ് ആവും.
അതിന്റെ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. നവീനെ നിനക്ക് എന്നേക്കായിട്ട് നഷ്ടപ്പെടും. ഐ റിയലി സോറി. ഞാൻ കാരണം മമ്മി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? മമ്മിയുടെ സ്റ്റാറ്റസ്, സോഷ്യൽ റിലേഷൻഷിപ്പ് എല്ലാം ഞാൻ കാരണം. മോളെ കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചു ദിവസം കൂടി എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് തള്ളി നീക്കിയേ പറ്റൂ. അതിന് ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പുകൾ വേണ്ടത് മോളുടെ ഭാഗത്തുനിന്ന് തന്നെയാ. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ നിനക്ക് മനസ്സിലാവില്ല. സുമിത്രേ, വിവാഹത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാ തീരുമാനിക്കണം. എല്ലാത്തിനും നേതൃത്വം നീ തന്നെ ആയിക്കോട്ടെ. അതെന്താ അമ്മേ? നമ്മൾ ഇവിടെ എല്ലാവരും കൂടിയല്ലേ എല്ലാ കാര്യങ്ങളും നടത്തുന്നേ. അങ്ങനെ നിന്നെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടിയല്ല. നവീന്റെ വിവാഹക്കാര്യത്തില് നിന്റെ താല്പര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കുറവും വരാൻ പാടില്ല. 10 വേണ്ടെടുത്ത് 100 ചെലവാക്കിയാലും ഒരു കുഴപ്പമില്ല. എല്ലാവരുടെയും മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരിക്കണം നവീന്റെ വിവാഹം. എന്താ രണ്ടുപേരും കൂടി ഒരു വർത്തമാനം? നന്ദേട്ടാ, അമ്മ എന്റെ വലിയൊരു പരാതി ഒറ്റയടിക്ക് അങ്ങ് പരിഹരിച്ചു കേട്ടോ. ആഹാ, നവീന്റെ വിവാഹക്കാര്യത്തിൽ ചെറിയൊരു കാലതാമസം കാരണവന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോന്ന് ഞാൻ മുമ്പൊരിക്കൽ ചോദിച്ചില്ലായിരുന്നോ? ഇപ്പതാ എല്ലാം നടത്താനുള്ള ചുമതല അമ്മ തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാം നന്നായി നടക്കണം, അല്ലേ നന്ദ? സുമിത്രേ, കുറച്ച് ചൂടുവെള്ളം വേണം എനിക്ക്. ആ, ദേ ഇപ്പൊ കൊണ്ടുവരാം. അമ്മ ഇതെന്ത് ഭാവിച്ച? നമ്മളിത് മുടക്കാൻ വേണ്ടി ചിന്തിച്ചവരല്ലേ? ഇപ്പൊ അമ്മ തന്നെ മുൻപന്തിയിൽ നിന്ന് ഇത് നടത്താൻ തീരുമാനിക്കാന്ന് വെച്ചാ? നവീന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഏറ്റവും അനുയോജ്യമായ വധുവാണ്. അവൾക്ക് ആപത്തൊന്നും വരില്ല. അപ്പൊ ശാപത്തിന്റെ ശക്തിയോ? എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന മൂർത്തികൾ നോക്കിക്കോളും നന്ദ. ഇപ്പൊ തൽക്കാലം നീ അതറിഞ്ഞാ മതി. അമ്മേ,